വിൽപ്പന കരാർ ലംഘിച്ചതിന് DGPയുടെ 10.8 സെന്റ് വസ്തു ജപ്തി ചെയ്യാൻ ഉത്തരവ്. ഷെയ്ഖ് ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കുമെതിരെയാണ് കോടതിയുടെ വിധി. ഭൂമി വിൽക്കാനായി 30 ലക്ഷം രൂപ മുൻകൂർ വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചുവെന്നാണ് പരാതി. പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കും. വി വിനോദ് ചേരുന്നു. വിനോദ്, എങ്ങനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? നേരത്തെ പല വിഷയങ്ങളിൽ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. രഞ്ജിത്ത്, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള 10.8 സെന്റ് ഭൂമിയാണ് ജപ്തി ചെയ്തുള്ള കോടതി നടപടി. ഇതിന് കാരണമായത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ്. 74 ലക്ഷം രൂപ കരാറിൽ ഏർപ്പെട്ടു. 2023 തിരുവനന്തപുരം സ്വദേശിയായ വഴുതക്കാട് സ്വദേശിയായ വ്യക്തിയുമായി ഈ കരാറിൽ ഏർപ്പെടുന്നത്. 74 ലക്ഷം രൂപ ആകെ തുകയായി കരാറിൽ പറയുന്നു. ഇതിൽ 30 ലക്ഷം രൂപ DGPയുടെ കുടുംബം കൈപ്പറ്റി. അതിനുശേഷം ഈ കരാറിൽ നിന്ന് പിന്മാറിയെന്നാണ് ഹർജിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ 33.35 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ആണ് ഈ ഇടപാട് നടത്തിയാൽ ഭൂമി വാങ്ങാൻ തയ്യാറായാൽ കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി രേഖകൾ പരിശോധിച്ചു. 26 ലക്ഷം രൂപയ്ക്ക് ഇതേ ഭൂമി ഒരു ബാങ്കിൽ ഈടുവെച്ചതായി കണ്ടെത്തി. സബ് കോടതിയാണ് ഇത് കണ്ടെത്തിയത്. സബ് കോടതി ജഡ്ജി അനു ടി തോമസ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. സബ് കോടതി കണ്ടെത്തിയത് ഈ ഹർജിക്കാരൻ പറഞ്ഞ തരത്തിൽ തന്നെ നേരത്തെ തന്നെ ബാധ്യത ഉണ്ടായിരുന്ന ഭൂമി അത് വിൽപ്പനയ്ക്ക് വെച്ചു എന്ന നിലയ്ക്കാണ്. എന്നാൽ DGPയുടെ വിശദീകരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. DGP വ്യക്തമാക്കുന്നത് തനിക്കാണ് നഷ്ടം സംഭവിച്ചത്. ഈ വായ്പയുടെ കാര്യം നേരത്തെ തന്നെ ഈ ഭൂമി വാങ്ങാനെത്തിയ ആളോട് പറഞ്ഞിരുന്നു. ഭൂമിയുടെ പണം പൂർണ്ണമായി നൽകുമ്പോൾ ഈ വായ്പ ഒഴിവാക്കി ഭൂമി നൽകാം എന്നതായിരുന്നു ധാരണയെന്ന് DGPയുടെ വിശദീകരണമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനാണ് നഷ്ടം സംഭവിച്ചതെന്ന് DGP പറയുന്നു. ഈ അഡ്വാൻസ് തുക തന്നതിന് പിന്നാലെ തന്നെ ഭൂമി വാങ്ങാൻ വന്നയാൾ ആ ഭൂമി മതിൽ കെട്ടി തിരിച്ചു എന്ന കാര്യം പറയുന്നു. അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു അനുമതി ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അഡ്വാൻസ് നൽകിയ ശേഷം ഈ ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയാണ് അഡ്വാൻസ് നൽകിയ ആൾ ശ്രമിച്ചത്. അഡ്വാൻസ് നൽകിയ തുകയ്ക്ക് പുറമെ, അതായത് 30 ലക്ഷം രൂപയാണ് ആദ്യം നൽകിയെന്ന് പറയുന്നത്. 74 ലക്ഷം രൂപയുടെ കരാറായിരുന്നു. ബാക്കി തുക നൽകാതെ മതിൽ കെട്ടി തിരിച്ച് ഈ വാങ്ങിയാൽ എത്തിയ ആൾ വിൽപ്പനയ്ക്ക്, മറിച്ച് മൂന്നാമത് അദ്ദേഹം വഴിയുള്ള വിൽപ്പനയ്ക്ക് ശ്രമിച്ചു എന്ന കാര്യം DGP പറയുന്നു. തനിക്ക് ആണ് ഇക്കാര്യത്തിൽ നഷ്ടം സംഭവിച്ചതെന്നും DGP വിശദീകരിക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ്